ഹായ് ഹലോ, ഇന്ന് ബ്രെഡ് വെച്ച് അടിപൊളി ഒരു പോള തയ്യാറാക്കിയാലോ. അതിനായിട്ട് 4 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത് കളയണേ. ആ ബ്രൗൺ കളർ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ 4 സ്ലൈസും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2 കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണേ. അങ്ങനെ കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 1.5 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറിയ പാല് കൂടി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് പാലോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ബ്രെഡ് അതിനകത്ത് അലുത്ത് വരണം, മുട്ടയും ഒക്കെ നല്ലപോലെ യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണേ. ഇതായിപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ പോളയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ച മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പോള പാത്രം ഉണ്ടെങ്കിൽ അതിലാക്കി നല്ല ഷേപ്പിൽ കിട്ടുകയെ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ആ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ പാനിൽ തയ്യാറാക്കുന്നു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ ഫുള്ളായിട്ടും നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ച് വേവിക്കാം. വേറെ 5 മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നെയ്യ് തടവിയതിന് ശേഷം ചായയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ബ്രെഡ് പോളയാണ് ഇത്. അങ്ങനെ ഇതാ ബ്രെഡ് വെച്ചുള്ള അടിപൊളി പോള തയ്യാറായി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. Thanks for watching.